ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ്ങിനോ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റംസാണ്. ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത്, ഇത് ഓയിലൊന്നും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടൊക്കെ നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് ബ്രെഡ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈഡ് വശമൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് മുഴുവനായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുക്കണം. നമ്മളിതിലേക്ക് ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്തെടുക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഓരോ ബ്രെഡും ഇങ്ങനെ ഇതുപോലെ മെല്ലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. വെള്ളത്തിൻ്റെ ഒട്ടും അംശം പാടില്ല. അപ്പോൾ അതുപോലെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വീറ്റ് ബ്രെഡ് എടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും നമുക്കിതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് സമയം ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്രെഡ് നല്ലപോലെ പൊടിഞ്ഞു പോകും. പിന്നെ അതുപോലെ തന്നെ മധുരമുള്ള ബ്രെഡ് ഒഴിവാക്കിയിട്ട് മധുരമില്ലാത്ത ബ്രെഡ് വേണം ഇതിനെടുക്കാൻ. അപ്പോൾ ബ്രെഡൊക്കെ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല. ഇതുപോലെ ഉണ്ട് നമുക്ക് കിട്ടേണ്ടത്. നമ്മളിതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല പറയുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ. ഒരു ചെറിയൊരു സവാള കനം കുറഞ്ഞ രീതിയിൽ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാബേജോ അതുപോലെ തന്നെ ബീൻസോ എന്തുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആകുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. ഇതുപോലെ മുട്ടയും ബ്രെഡും വെച്ചിട്ടൊക്കെ നമ്മൾ സ്നാക്സുകൾ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ മല്ലിയില കുറച്ചധികം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ആണ്. അപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് നല്ലൊരു ടേസ്റ്റ് കൂട്ടുന്നത്. ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സാക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. അപ്പോൾ ഒരു 4 മുട്ടയുടെ വെള്ളയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നനവിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. അല്ലാതെ നമ്മളിതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു മുട്ടയുടെ വെള്ളം മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതുപോലെ തവി വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതുപോലെ നമ്മളിങ്ങനെ മിക്സാക്കുന്ന സമയത്ത് ആ സവാളയിലുള്ള ഒരു വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ചൂടാക്കിയതിൻ്റെ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡും മുട്ടയൊക്കെയാണ്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ബട്ടറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു തവി എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാനിൽ 2 എണ്ണം കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതൊരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആയി കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഈ ഒരു ബ്രെഡിൻ്റെ ഒരു കൂട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മുട്ടയുടെ വെള്ളയാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മഞ്ഞ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു മഞ്ഞ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത്. ഇതിനി നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് തന്നെ ഇത് ഒരു വശം ആയിട്ടുണ്ടാവും. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും.
അപ്പോൾ ഇതുപോലെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് വെച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതിപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.